രാഷ്ട്രീയ കാര്യങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയാണ്. അപ്പൊ ഭയമാണ് ഇവിടെ ഭരിക്കുന്നത്. ഭയം. എല്ലാ ഏകാധിപതികളെയും ഭരിക്കുന്നത് ഭയമാണ്. ഹിറ്റ്ലറിനും ഭയമായിരുന്നു, സ്റ്റാലിനും ഭയമായിരുന്നു, പിണറായി വിജയനും ഭയമാണ്. ഒരു ഇന്റർവ്യൂവിനെ പോലും ഭയക്കുന്ന ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഒരു പ്രതിപക്ഷ നേതാവ് ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോ ആ ഇന്റർവ്യൂ റിമൂവ് ചെയ്യാൻ വേണ്ടി സ്വന്തം പോലീസിനെ കൊണ്ട് മെറ്റയ്ക്ക് ശുപാർശ ചെയ്യിപ്പിച്ച ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ പറയുന്നത് മെറ്റ അറിയാതെ നീക്കിയതെന്നാണ്. അതിന് താഴെയുള്ള കമ്മിറ്റികൾ മാത്രം നീക്കാനാണ് നിർദ്ദേശം. അതിപ്പോ വീണെടുത്തിടുന്ന ഉരുളാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ വീണെടുത്തിടുന്ന ഉരുളാണ്. കേരളത്തിലെ പോലീസ് ഇത് റിമൂവ് ചെയ്യണമെന്ന് മെറ്റയോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാ? എന്താ കമന്റിൽ എന്താ കുഴപ്പം? അല്ല, കമന്റിൽ എന്താ കുഴപ്പം? അല്ലല്ലല്ല, ശുപാർശ ചെയ്തത് കേരള പോലീസ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നുമല്ല, കേരള പോലീസ് ശുപാർശ ചെയ്തു. പോലീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലാണല്ലോ. നരേന്ദ്രമോദിയുടെ അനിയനല്ലേ കേരളം ഭരിക്കുന്നത്? അത് തന്നെ സ്വഭാവം. എല്ലാ ഏകാധിപതികളും ഭീരുക്കളാണ്. ആ ശ്രേണിയിലെ അവസാനത്തെ ആളാണ് കേരള മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവിന്റെ ഇന്റർവ്യൂ പോലും അസഹിഷ്ണുതയും ഭയവുമാണ് പ്രധാനം. ഭയമാണ് ഇവിടെ ഭരിക്കുന്നത്. പണ്ട് ബ്രത്ത് ചോദിച്ചിട്ടുണ്ട്, വലിയ കവിയാണ് അദ്ദേഹം. ജർമ്മനിയിൽ നിന്ന് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് നാടുകടത്തി. അപ്പോ അദ്ദേഹം ഒരു ജർമ്മൻകാരനെ കണ്ടപ്പോ ചോദിച്ചു, ബ്രത്ത് എന്ന് പറയുന്ന വലിയ കവി, അത് കവിതയാണത്, നമ്മുടെ നാട് ഇപ്പോഴും ഭരിക്കുന്നത് ഭയമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏകാധിപതികൾക്കെല്ലാം ഭയമാണ്. അതിൽ കൂട്ടത്തിൽ ഭയമുള്ള ഒരാളാണ് ഭീരുവായ മുഖ്യമന്ത്രി.